പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് നല്ല പവർ പോയിന്റിൽ വർക്ക്സ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് നല്ലൊരു PPT എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കുറച്ച് വഴികൾ ഞാൻ പറയാൻ പോവാണ്. അപ്പോൾ നമുക്ക് ടിപ്പ് നമ്പർ 1, ഡിസൈൻ ഐഡിയാസ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്ലൈഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നോർമലി അതിന് കുറച്ച് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ കളർ ആഡ് ചെയ്യും, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യും, അങ്ങനെ പല പല കാര്യം പിക്ചറും അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യും. പക്ഷെ നമ്മളിങ്ങനെ മാനുവലി ചെയ്യുന്നതിന് പകരം പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി പവർ പോയിന്റ് തന്നെ നമുക്ക് കുറച്ച് ഡിസൈൻഡ് ഐഡിയാസ് തന്നാൽ എന്തിരിക്കും, നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ സ്ലൈഡ്സ് തീർക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഏറ്റവും ആദ്യം ഡിസൈൻ ടാബിൽ പോയിട്ട് ഡിസൈൻ ഐഡിയാസ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നല്ല ഡിസൈൻസ് നമുക്ക് കിട്ടും നമ്മുടെ സ്ലൈഡിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം നിങ്ങൾ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഫോണ്ടിൻ്റെ കളറും പിന്നെ വേറെ സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് PowerPoint 365 വേർഷനിൽ മാത്രമേ ഈ ഫീച്ചർ ഉള്ളൂ. ടിപ്പ് നമ്പർ 2, മോർഫ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അതൊരു ഷേപ്പ് ആകാം, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ആവാം, അല്ലെങ്കിൽ എന്താ വേണമെങ്കിലും ആവാം. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സാധനം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നീക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ സർക്കിൾ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് അടുത്ത പേജിലേക്ക് പോകുന്ന സമയത്ത് ഈ സർക്കിൾ ഇങ്ങോട്ട് വരും. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഇവിടം തൊട്ട് ഇവിടെ വരെ പോകണമെന്ന് ഈ സർക്കിൾ മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഈ സ്ലൈഡിൽ ഞെക്കണം, എന്നിട്ട് Ctrl+D ഞെക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റും ചെയ്യാം. അതിനുശേഷം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റഡ് ആയ രണ്ടാമത്തെ ഈ സാധനത്തിൽ നമ്മുടെ ഷേപ്പ് നമ്മൾക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ഒന്നാമത്തെ പേജിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടുന്ന് തൊട്ട് എങ്ങോട്ട് വരെയാണ് പോകേണ്ടത്. ഇപ്പോൾ ഒന്നാമത്തെ പേജിൽ ഇവിടം തൊട്ട് ഇവിടെ വരെ എനിക്ക് പോകേണ്ടത്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് പേജിൽ എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം അവിടെ കൊണ്ടുപോയി വെക്കണം. രണ്ടാമത്തെ പേജിൽ എവിടെ പോകണം അവിടെ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ പേജ് എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ട്രാൻസിഷൻസിൻ്റെ ടാബിൽ പോകണം. അതിനുശേഷം മോർഫ് എന്നുള്ള ട്രാൻസിഷൻ നമ്മൾ ഞെക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു സർക്കിൾ ഇവിടെ തൊട്ട് ഇവിടം വരെ പോകുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒറ്റ ഒരു ഷേപ്പ് ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സ്ക്വയറും കൂടെ വെച്ചിട്ട് ഇതിൻ്റെ രണ്ടാമത്തെ പേജിൽ ഇവിടെ ഒരു സ്ക്വയറും വെക്കാം. അപ്പോൾ രണ്ടും കൂടെ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ടിപ്പ് നമ്പർ 2, എൻഹാൻസ് മോർ. നമ്മൾ മുമ്പ് ഒരേ ഒരു ഷേപ്പ് തന്നെയാണ് നമ്മൾ മൂവ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സർക്കിൾ ഇവിടം തൊട്ട് ഇവിടം വരെ പോകണം. പക്ഷേ ഇവിടം തൊട്ട് ഇവിടെ വരെ പോകുമ്പം ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സർക്കിൾ ആയിരിക്കണം. പക്ഷെ ഇവിടെ ചെന്ന് എത്തുമ്പോൾ ഇതൊരു സ്ക്വയർ ആയി മാറണം എന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സർക്കിൾ വെട്ടിയിട്ട് നമുക്ക് ഏത് ഷേപ്പായിട്ട് ട്രാൻസ്ഫോം ആവേണ്ട ആ ഷേപ്പ് നമ്മൾ എടുക്കണം. ഇപ്പം എനിക്ക് ഈ ഒരു സ്ക്വയർ ആയിട്ടാണ് ഈ സർക്കിളിനെ ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്ക്വയർ കൊണ്ടിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കിളിൽ തൊട്ട് ഇവിടെ വരെ എത്തുമ്പോൾ ഇത് സ്ക്വയർ ആയി മാറും. അതിനുശേഷം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റഡ് ആയ രണ്ടാമത്തെ സ്ലൈഡ് എടുത്തതിന് ശേഷം നമ്മൾ അറേഞ്ച് സെക്ഷനിൽ പോയിട്ട് സെലക്ഷൻ പെയിൻ എന്ന ഓപ്ഷൻ ഞെക്കണം. ഇനി നമ്മൾ നമ്മുടെ ഈ ഷേപ്പ് ഞെക്കണം. ഷേപ്പ് ഞെക്കുമ്പോൾ ഇവിടെ ഇത് ഹൈലൈറ്റഡ് ആയിട്ട് വരും. അപ്പം ഹൈലൈറ്റഡ് ആയ ചുവന്ന കളറിൽ ഇങ്ങനെ ഹൈലൈറ്റഡ് ആയ സാധനത്തിൽ നമ്മൾ 2 പ്രാവശ്യം ഞെക്കണം. അതിനുശേഷം നമ്മൾ അത് പേര് മാറ്റണം. 2 എക്സ്ക്ലമേഷൻ മാർക്ക് പിന്നെ ഷേപ്പ്, ഇങ്ങനെ നമ്മൾ അതിൻ്റെ പേര് മാറ്റണം. അതിനുശേഷം ഇപ്പോൾ ഇത് രണ്ടാമത്തെ സ്ലൈഡിലാണ്. ഇനി അടുത്ത സ്ലൈഡിലും കൂടി കയറിയിട്ട് ഈ സർക്കിളിൽ ഞെക്കണം. അതിനുശേഷം ഇതിൻ്റെയും പേര് മാറ്റണം. അതുപോലെ തന്നെ 2 എക്സ്ക്ലമേഷൻ മാർക്ക് പിന്നെ ഷേപ്പ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെ പേര് മാറ്റി. ഇതിന് ശേഷം രണ്ടാമത്തെ സ്ലൈഡിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ ട്രാൻസിഷൻ ഇതിൻ്റെ പോയിട്ട് പിന്നെ നമ്മൾ മോർഫ് ഞെക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതൊരു ഈ സർക്കിൾ ഒരു റെക്ടാങ്കിൾ ആയിട്ട് മാറും, അല്ല ഒരു സ്ക്വയർ ആയിട്ട് മാറും. ടിപ്പ് നമ്പർ 4, റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് ചില ഇമേജസ് കിട്ടുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കവർ ചെയ്യാതെ നമുക്ക് അതിൻ്റെ ഇമേജ് മാത്രം കിട്ടണം എന്ന് തോന്നും. അപ്പോൾ
അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ വേണ്ടി കുറച്ച് ഇങ്ങനെ ഷേപ്സ് എടുത്തിട്ട് അതിൻ്റെ ട്രാൻസ്പെറൻറ്റ് കളറാക്കി നമ്മൾ ഇടും. അപ്പോൾ അത് ചെയ്ത് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കിട്ടാതെ നമുക്ക് ഇമേജ് മാത്രമായിട്ട് കിട്ടുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ നമ്മുടെ പിക്ചർ സെലക്ട് ചെയ്യണം. അതിനുശേഷം പിക്ചർ ഫോർമാറ്റ് എന്ന ടാബിലേക്ക് പോകണം. അതിനുശേഷം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് കാണാം നമ്മുടെ ഇമേജിലല്ല നമ്മുടെ പുറത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പർപ്പിൾ കളർ സാധനം വരും. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ പർപ്പിൾ കളർ വരുന്ന സ്ഥലത്തെല്ലാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പോവും. അപ്പോൾ ആ പർപ്പിൾ കളർ നമ്മുടെ ഇമേജിൽ എവിടെയെങ്കിലും കവർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ഏരിയാസ് ടു കീപ്പ് എന്നുള്ള സ്ഥലമുണ്ട്, ഓപ്ഷനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഞെക്കണം. അതിനുശേഷം നമ്മൾ ആവശ്യമുള്ള സ്ഥലം, പർപ്പിൾ കളറിൽ കവറായ സ്ഥലം നമ്മൾ ഈ സാധനം വെച്ചിട്ട് മാർക്ക് ചെയ്യണം. അപ്പം നമ്മൾ ആ സ്ഥലം മാത്രം അത് റിമൂവ് ആയിക്കോളും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമേജിൽ നിന്ന് ആ കവർ പോയിക്കോളും. അതിനുശേഷം ഇപ്പം കുറച്ച് ഇങ്ങനെ ആവശ്യമില്ലാത്ത സ്ഥലമുണ്ട്. എന്നിട്ട് അവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് ഏരിയസ് ടു റിമൂവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞെക്കിയിട്ട് ഇവിടെ നമ്മൾ വരച്ചു കൊടുക്കണം. അപ്പോൾ ആ സ്ഥലം കൂടെ ഇത് കവറായി. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഈ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമേ ഈ പർപ്പിൾ കളറുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പം എല്ലാ സാധനവും ഓക്കെ ആണെങ്കിൽ കീപ് ചേഞ്ചസ് ഞെക്കണം. ഇപ്പോൾ ആ പർപ്പിൾ കളർ സ്ഥലത്തുള്ള എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇമേജ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ടിപ്പ് നമ്പർ 5, റീ ഓർഡറിങ്. അപ്പോൾ ഇതെന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഒരു വലിയ സെന്റൻസ് ഒക്കെ ഉണ്ടാക്കുക, ചില സമയത്ത് സെന്റൻസിൻ്റെ ഓർഡർ മാറിപ്പോകും. അപ്പോൾ ഓർഡർ മാറിപ്പോകുമ്പോൾ നമ്മളത് വീണ്ടും നമ്മൾ കട്ട് ചെയ്തിട്ട് വീണ്ടും ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ എങ്ങാനും നമ്മൾ ചെയ്തിട്ട് ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചെയ്യേണ്ട സെൻറ്റൻസ് നമ്മൾ ഏറ്റവും ആദ്യം ഇങ്ങനെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മളിത് ഞെക്കി പിടിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ ഇവിടെ കണ്ടോ ഈ ഒരു ഗ്രേ ലൈൻ വരും. അപ്പോൾ ആ ഗ്രേ ലൈനിലായിരിക്കും നമ്മുടെ ഈ ഹൈലൈറ്റ് ചെയ്ത സാധനം ഇങ്ങനെ കോപ്പി ആകാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങോട്ടാണ് വെക്കേണ്ടതെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനത് വിടുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സാധനം അവിടെ പോയി വിടും. അതിനുശേഷം ഇനിയിപ്പോൾ ഈ സെൻറ്റൻസ് എനിക്ക് ഫസ്റ്റിലോട്ട് മാറ്റണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞെക്കി പിടിച്ചുകൊണ്ടിട്ട് ഫസ്റ്റിൽ കൊണ്ടുവരണം. ടിപ്പ് നമ്പർ 6, ഐ ഡ്രോപ്പർ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമുക്ക് ഇപ്പോൾ ഒരു ഇമേജിൽ നിന്ന് ഒരു സെയിം കളർ വേണം നമുക്ക് നമ്മുടെ ടെസ്റ്റിന് വിചാരിക്കുക. അപ്പം സാധാരണ ആ കളർ ചിലപ്പം നമ്മുടെ ഈ നോർമൽ ടെക്സ്റ്റിൻ്റെ ഇതിനകത്ത് ഉണ്ടാവത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ ഓപ്ഷനിൽ ഞെക്കണം. അതിനുശേഷം നമ്മൾ ഐ ഡ്രോപ്പർ ഞെക്കണം. ഐ ഡ്രോപ്പർ ഞെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പെൻസിൽ പോലൊരു സാധനം കിട്ടും. അപ്പോൾ അതിൻ്റെ അറ്റം കൊണ്ടുപോയിട്ട് നമുക്ക് വേണ്ട കളറിൽ കൊണ്ടുപോയിട്ട് വെക്കണം. എന്നിട്ടൊന്ന് ഞെക്കുമ്പോഴത്തേക്കും ആ കളർ സേവ് ആയി വരും. ഇപ്പോൾ കണ്ടോ ഈ കളർ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ കളർ ആ കളറായിട്ട് മാറ്റണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കളർ പോയിട്ട് ആ സേവ് ആയ കളർ ഞെക്കണം. ഇപ്പോൾ കണ്ടോ നമ്മൾ ചൂസ് ചെയ്ത സെയിം കളർ തന്നെ നമ്മുടെ സാധനത്തിന് വന്നേക്കും. ടിപ്പ് നമ്പർ 7, കോപ്പി ബൈ ഡ്രാഗ്. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഈ സെയിം സാധനത്തിന് തന്നെ ഒരു കോപ്പി എനിക്ക് വേറെ എങ്ങോട്ടെങ്കിലും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺട്രോളിൻ്റെ കീ ഞെക്കി പിടിക്കണം. കൺട്രോൾ കീ ഞെക്കി പിടിച്ചതിന് ശേഷം നമ്മൾ സാധനത്തിൻ്റെ ബോർഡറിൽ കൊണ്ടുപോയിട്ട് മൗസ് വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു ചിഹ്നം വരും. അതിനുശേഷം ഞെക്കി പിടിച്ചുകൊണ്ട് മൗസും കൊണ്ട് നമുക്ക് അതിൻ്റെ കോപ്പി ആക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു സെയിം കോപ്പി തന്നെ ഇങ്ങോട്ട് വെക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കൺട്രോളിൻ്റെ കീ ഞെക്കിയിട്ട് ബോർഡറിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ ഞെക്കി പിടിച്ചുകൊണ്ട് കൊണ്ടിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് വെക്കണം. ഇപ്പോൾ ഒരു കോപ്പിയും കൂടെ എനിക്ക് വേണം. അപ്പോൾ നമ്മൾ കൺട്രോൾ ഞെക്കിയിട്ട് അതിൻ്റെ ബോർഡറിൽ കൊണ്ട് മൗസ് വെച്ചിട്ട് ഞെക്കി പിടിച്ചുകൊണ്ട് കൊണ്ടിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തിലേക്ക് അതിൻ്റെ കോപ്പി. ഈ വീഡിയോയിൻ്റെ ബാക്കി ഇനി പാർട്ട് 2 ആയിട്ട് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.